ആധാറിനായി താൻ ഡിസൈൻ ചെയ്ത ലോഗോ തെരഞ്ഞെടുത്തതിന്റെ സന്തോഷത്തിലാണ് ചാലക്കുടി സ്വദേശി അരുൺ ഗോകുൽ. 875 മത്സരാർത്ഥികളിൽ നിന്നാണ് അരുണിനെ വിജയായി തെരഞ്ഞെടുത്തത്. മാതൃഭൂമി ന്യൂസിനോട് അരുൺ സംസാരിക്കുന്നു. ആധാറിന് ഇനി മുതൽ പുതിയ ലോഗോയും ഭാഗ്യചിഹ്നവും ഒക്കെയാണ്. അത് ഡിസൈൻ ചെയ്തത് തൃശ്ശൂർ ചാലക്കുടി സ്വദേശിയായ അരുൺ ഗോകുലാണ്. സത്യം പറഞ്ഞൊരു ഇത് ഇങ്ങനെ ഇത്രയും വലിയ റെക്കഗ്നിഷൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതും ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടുന്ന ഉള്ള കേസ്. എങ്ങനെ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത്? എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഇമേജ് ഡിസൈൻ ചെയ്ത് റീസൈസ് ചെയ്യാൻ പറഞ്ഞ് അയച്ചു തന്നിരുന്നു. അപ്പോൾ അവൻ ത്രൂ ആണ്. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു മസ്കറ്റ് കോമ്പറ്റീഷൻ ഓൺ ഗോയിങ് ആണ്, ലാസ്റ്റ് ഡേറ്റ് ആണ്, പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവൻ ലിങ്ക് ഇട്ടെന്ന് ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റിലാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റുക. അതിൽ കുറച്ച് പാരാമീറ്റർ വളരെ സിമ്പിളായിട്ട് ഒരു പാർട്ടിസിപ്പേഷൻ ചെയ്യാമെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ ഫസ്റ്റ് കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഹായ് പറയുന്നതാണ്. ഒരു സ്മൈലിംഗ് ഫേസ് വേണം, ഒരു ആൾക്കാരെ വേവ് ചെയ്യണ ഒരു ഹാൻഡ് ഇതാ കാണിക്കണം, പിന്നെ ചെറിയ പിള്ളേർ തുടങ്ങി പ്രായവർക്കൊരു അവരുടെ മൈൻഡിൽ പതിക്കണം എന്നൊരു ചിന്ത, അത്രേ എൻ്റെ മൈൻഡിൽ പോയുള്ളൂ. അപ്പം ഇത് ഈ 3 കാര്യങ്ങൾ നോക്കി, അതിലും കൂടുതൽ പാരാമീറ്റേഴ്സ് അതിലുണ്ട്. ടൈം കിട്ടിയെങ്കിൽ അതൊക്കെ വെച്ച് നോക്കിയാണ് ഡിസൈൻ ചെയ്ത ലോഗോ. ഒരു ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ ചെയ്യും, ജസ്റ്റ് ഇങ്ങനെ ഇമേജ് എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നല്ലാണ്ട് അതും ഇങ്ങനെ ഒരു ഇതില്ല. എൻ്റെ ഫീൽഡ് തന്നെ വേറെയാണ്. ഞാൻ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചതാണ്. പിന്നെ വർക്ക് ചെയ്യുന്ന ലോജിസ്റ്റിക്സ് ഫീൽഡിലാണ്. പിന്നെ ഇങ്ങനെ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന ഓൾ ഇന്ത്യ ലെവൽ ഫസ്റ്റ് ടൈമാണ്. അത് ഫസ്റ്റ് കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. വളരെയധികം സന്തോഷം. നമ്മുടെ ഒരു ആധാർ കാർഡിൽ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത ഒരു ലോഗോ കാണുക എന്ന് പറയുന്നത് അത് അതെ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ലേ സത്യം പറഞ്ഞാൽ. അപ്പം ഇത്രയും വലിയൊരു അംഗീകാരം മകനെ തേടി എത്തിയിരിക്കുകയാണ്. അപ്പൊ അതിലുള്ള ഒരു അമ്മ എന്ന നിലയ്ക്കുള്ള ഒരു സന്തോഷം അത് എങ്ങനെയാണ് പങ്കുവയ്ക്കുക? അത് ഒറ്റ വരിയിൽ പറഞ്ഞാൽ ഒരു അമ്മയുടെ ഏറ്റവും അഭിമാനകരമായ നിമിഷം. ഭാഗ്യമുള്ള മക്കളെ പ്രസവിക്കുന്നതാണ് അച്ഛനമ്മമാരുടെ ഭാഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഞാനിപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ അനുഭവിച്ചറിയുന്നു. എന്തായാലും വലിയ അംഗീകാരമാണ് ചാലക്കുടിയിലെ വീട്ടിലേക്ക് തേടി എത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ഇവരെല്ലാവരും തന്നെ. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.